ഏറെ കാലമായുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് എന്നത്. അതിപ്പോൾ എന്തായാലും സാധ്യമാക്കിയിരിക്കുകയാണ്. തറക്കല്ല് ഉൾപ്പെടെ തറക്കല്ല് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. കുടുംബവും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസും നമ്മുടെ കൂടെ ചേരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം കുടുംബത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ആഗ്രഹം ഒടുവിൽ സാധ്യമായിരിക്കുന്നു അല്ലേ ഏട്ടാ? വളരെയധികം സന്തോഷകരമായ രീതിയിൽ തന്നെ പാർട്ടിയും കുട്ടികളെ അറിയിച്ചപ്പോൾ അതുപോലെ തന്നെ സാറിൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് എന്തായാലും നടപ്പാക്കി. അതിന് വളരെയധികം സന്തോഷം. സി വി പറഞ്ഞ പോലെ തന്നെ 4 മുറിയുള്ള ഒരു നല്ലൊരു വീടാണ്. അതെ, നല്ലൊരു വീട്. അതിൻ്റെ ഒരു പ്ലാനെല്ലാം ഞങ്ങളിപ്പോൾ കണ്ടിരുന്നു. വീടിൻ്റെ ഒരു സംവിധാനങ്ങൾ 4 മുറി, കിച്ചണ്, ഹാള്, എല്ലാം തന്നെ അതിൻ്റെ പ്ലാൻ ഞാൻ കണ്ടിരുന്നു. വളരെയധികം നല്ല രീതിയിൽ തന്നെ പണിയുവാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ താൽക്കാലമായിട്ട് മറ്റു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടല്ലേ? ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസ് കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വർഗീസേട്ടാ, അന്നിപ്പോൾ ഗുഡ് മോർണിംഗ് കോഫി വിത്ത് അരുണിനകത്ത് വർഗീസേട്ടൻ ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അതിപ്പോൾ സാധ്യമായിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഞാനത് സൂചിപ്പിച്ചല്ലോ, ദേവപ്രിയയ്ക്ക് വീടുണ്ടാകുക. ഇവിടെ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടല്ലോ, നല്ല അന്തരീക്ഷത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സമീപനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ശിലാസ്ഥാപനം നിർവഹിച്ചു. അത് മാത്രമല്ല, ഈ ഇത്തരമൊരു വാർത്ത നമുക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് തന്നെ നിർദ്ധരായ 50 കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു പ്രശ്നത്തിന് മുമ്പിൽ നമ്മൾ സമയത്ത് ശരിയായ തീരുമാനമെടുത്താൽ വലിയ പിന്തുണയുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത്ര ഒരു വീട് വന്നാൽ എൻ്റെ ഫർണിച്ചറിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്കും പരിഹാരമായി. പ്രത്യേകിച്ച് ഡോക്ടർ അരുണിനോട് പ്രത്യേകമായി വലിയ നിലയിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. റിപ്പോർട്ടർ ചാനൽ പ്രത്യേകമായി നന്ദിയാണ്. ദേവപ്രിയ കൂടി ചേരുന്നുണ്ട്. സന്തോഷമായല്ലേ? സന്തോഷം. ഇനിയിപ്പോൾ എന്താണ് അടുത്തൊരു ആഗ്രഹം? വലിയ ആഗ്രഹമൊന്നുമില്ല, വീട് വെച്ച് കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കണം. നന്നായിട്ട് പഠിക്കണം, പിന്നെ തുടർന്ന് നന്നായിട്ട് സ്പോർട്സ് ചെയ്യണം. IPS എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എടുക്കാൻ പറ്റണം. തിരുവനന്തപുരത്തെ മത്സരം കഴിഞ്ഞിട്ട് ഇന്നാണ് നാട്ടിൽ തിരികെ എത്തിയത്. നാടിൻ്റെ വലിയൊരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ശിലാസ്ഥാപന കർമ്മം പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും കുടുംബം വലിയ സന്തോഷത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.